ഞാൻ ഓടി വന്ന് നിന്റെ കുപ്പായത്തിൻ്റെ വിളിമ്പിൽ ഞാൻ തൊട്ടനമായിരുന്നു, എനിക്ക് സൗഖ്യം വന്നനമായിരുന്നു എന്നുള്ള ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ ആ നിമിഷം എൻ്റെ കാതുകളിൽ ഒരാൾ പറഞ്ഞു, ഐ എം സ്റ്റിൽ ലിവിങ്, ഐ എം സ്റ്റിൽ ഹീലിംഗ്. ഞാൻ ഇന്നും ജീവിക്കുന്നു, ഞാൻ ഇന്നും സൗഖ്യമാക്കുന്നു. ഈ ഒരു ടെസ്റ്റിമണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഹീലിങ്ങും കിട്ടിയില്ല. ഒരുപാട് നാളെടുത്ത് ഒരുപാട് കഷ്ടപ്പാടിൽ കൂടി തന്നെയാണ് എനിക്ക് ഹീലിംഗ് ലഭിച്ചത്. യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഓരോ പ്രാവശ്യവും എൻ്റെ മുഖത്ത് ഞാൻ ഈ വെറും വെളിച്ചെണ്ണ തേക്കുമായിരുന്നു. ഞാൻ ഹോളി ഓയിലിന് വേണ്ടി അവിടെയും ഇവിടെയും ഒന്നും പോയില്ല, എങ്ങും പോയില്ല. കാരണം ഞാൻ വിശ്വസിച്ചത് എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും എന്നത് തന്നെയാണ്. വെറും പച്ചവെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ബൈ ഫെയ്ത്ത് ഐ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ ബ്ലഡ് ഓഫ് ജീസസ്, ദിസ് ഇസ് ദ ബോഡി ഓഫ് ജീസസ്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എൻ്റെ കൂടെ യഹൂദയുടെ സിംഹം, ഒരു സിംഹം വന്ന് നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പലപ്പോഴും ഭയം വരുമ്പോൾ, നാളെ എന്താവും, വിൻ്ററിൻ്റെ സമയത്ത് വിൻ്റർ അപ്രോച്ച് ചെയ്യുന്ന ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും നാളെ എന്താവും, എങ്ങനെയായിരിക്കും എൻ്റെ മുഖം വരുന്നത് എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോഴത്തേക്കിനും ഒക്കെ ഒരു സിംഹം എൻ്റെ കൂടെ നടന്ന് എന്നെ വലിയ രീതിയിൽ ശക്തീകരിച്ചു. എക്സീമ ഏറ്റവും കൂടുന്ന, അഗ്രിവേറ്റ് ചെയ്യുന്ന വിൻ്ററിൻ്റെ സമയത്താണ് എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചത്. അതിശയങ്ങളുടെ രാജകുമാരൻ അതിശയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടത്തിത്തരാൻ എന്നും താല്പര്യം കാണിക്കുന്നവനാണ്. നിന്നോട് പോരാടുന്നവർ, നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നവർ, അവരെ നീ അന്വേഷിക്കും, അവരുടെ പൊടി പോലും നീ കാണത്തില്ല. സത്യം പറഞ്ഞാൽ ഇന്നും ഒരു സിംറ്റംസ് പോലും ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഞാൻ അന്ന് പറഞ്ഞ ആ വാക്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും ജീവിക്കുന്ന വചനങ്ങളായിട്ട്, ജീവനുള്ള കാര്യങ്ങളായിട്ട് ഞാൻ കണ്ടു. വലിയ വിശ്വാസവുമായിട്ട്, വലിയ പ്രത്യാശയുമായിട്ട് യേശുവിൻ്റെ കൂടെ നടന്ന എനിക്ക് കിട്ടിയത് രോഗം മൂർച്ഛിച്ച ഒരവസ്ഥയായിരുന്നു. എൻ്റെ വിലാപ്പുറത്തും അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലും കൈകളിട്ട് നോക്കിയാലല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്നുള്ള ആ ഒരു വേദഭാഗത്ത്, ആ ഒരു വേദഭാഗം വായിച്ചതിൽ കൂടി യേശു എന്നോട് പറഞ്ഞു, ഐ ഹാവ് ടേക്കൺ യുവർ സ്കാർസ് ഓൾസോ. നിന്റെ പാടുകൾ പോലും ഞാൻ എടുത്തിരിക്കുന്നു. ആ ഒരവസ്ഥയിൽ ഞാൻ യേശുവിനോട് പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ ഒരു നിമിഷം എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഞാൻ മുമ്പോട്ട് നടക്കാൻ പോവുകയാണ്. ആ കുഷ്ഠരോഗികൾ പോയതുപോലെ തന്നെ മുമ്പോട്ട് നടക്കുന്ന ഈ യാത്രയിൽ എനിക്ക് എന്നെങ്കിലും ഒരിക്കൽ ഹീലിംഗ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്യുന്നതൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇതെൻ്റെ ടെസ്റ്റിമണിയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, യേശുക്രിസ്തു എന്നെ അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കി എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഒരുപാട് നാളെടുത്ത ഒരു സൗഖ്യമാണ് എനിക്ക് ലഭിച്ചത്. ബൈബിളിലെ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് വളരെയധികം ഫോളോ ചെയ്ത് ഒരുപാട് നാളെടുത്ത് കൊണ്ടുവന്ന സൗഖ്യമായതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങളും മാറിപ്പോകും എന്നുള്ളത് ഈ ഒരു പുസ്തകം പ്രകാരം സത്യം തന്നെയാണ്. 2020 എക്സീമ അല്ലെങ്കിൽ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന രോഗം എനിക്ക് പിടിപെട്ടു. ഈ ഒരു രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാരകമായ രോഗമൊന്നുമല്ല, ആരും ചാകത്തൊന്നുമില്ല. പക്ഷേ ചില രോഗങ്ങളുണ്ട് കൊല്ലാതെ കൊല്ലുന്ന രോഗങ്ങൾ. എക്സീമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ജലാംശം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് ചത്ത അവസ്ഥയിലായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ടൈറ്റായിട്ട് ടോട്ട് സ്കിന്നാകുന്ന ആ ഒരു അവസ്ഥയാണിത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ നഷ്ടപ്പെട്ട് കറുത്ത് അത് ചത്ത പ്ലാസ്റ്റിക് പോലെയാവും. ഏറ്റവും എന്താ പറയുക, നമ്മൾ സാധാരണ നമ്മുടെ സ്കിന്ന്, മനുഷ്യൻ്റെ ഒരു സ്കിൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ ഇത് വളരെയധികം ഹാർഡായിട്ട് ഒരു കോൺക്രീറ്റ് ഇട്ട് വെച്ചതുപോലെയാണ് സ്കിന്നാകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അനക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണിത്. കൈയുടെ മുട്ടിലൊക്കെ ഈ ഒരു സ്ഥലത്തൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ നമുക്ക് കൈ തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഒരു സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ഒരുപാട് അലട്ടുന്ന ഒരു അസുഖം തന്നെയാണിത്. ഈ ഒരു അസുഖം എനിക്ക് വന്നത് എൻ്റെ മുഖത്താണ്. എൻ്റെ ചുണ്ടിൽ ആണ് ആദ്യമായിട്ട് അത് കണ്ടത്. പെട്ടെന്ന് അത് മാറും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇരുന്നപ്പോൾ വല്ലാതെ അത് സ്പ്രെഡായി. എൻ്റെ ഈ മേൽ ചുണ്ടും ഈ ഒരു ഭാഗവും ഒക്കെ ഒരുപോലെയായി. എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ അങ്ങ് കൂടിച്ചേർന്ന് എനിക്ക് വാ തുറക്കാൻ മേലാത്ത അവസ്ഥയായി. കഴിക്കാനോ ചിരിക്കാനോ വർത്താനം പറയാനോ
വാ പൊളിക്കാനോ ഒന്നും മേലാത്ത ഒരവസ്ഥയായ ഞാൻ ഒരുപാട് ആ ഒരു അസുഖം കൊണ്ട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു അവസ്ഥയുമായിട്ട് ഏത് ഡോക്ടറിനെ കാണാൻ ചെന്നാലും അവർ ഉടനെ പറയും ഇത് എക്സീമിയാണ്, എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണ്, ഇതിന് മരുന്നില്ല. കുറച്ച് സ്റ്റെറോയിഡ് ക്രീംസോ അല്ലെങ്കിൽ ആൻറ്റിഹിസ്റ്റമിൻസോ ഒക്കെ തന്ന് ഈ ഒരു സിംറ്റംസ് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞിരുന്നത്. പിന്നീട് ഇത് വളരെയധികം കൂടി എന്ന് പറഞ്ഞാൽ അത് സ്പ്രെഡായി എൻ്റെ ഈ ഒരു മുഖത്തിൻ്റെ ഇത്രയും ഒരു അവസ്ഥ, ഇത്രയും ഭാഗം വല്ലാതെയായി. പിന്നീട് ഞാൻ 1 മാസത്തെ ലീവ് എടുത്ത് നാട്ടിൽ ചികിത്സയ്ക്കായിട്ട് പോയി. തിരുവല്ലയും കോഴഞ്ചേരിയും കോട്ടയം തൊട്ട് എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിൽ പോയി. ഒരേ സമയം പല ഡോക്ടേഴ്സിനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കാരണം ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഹോപ്പുമായിട്ട് ചെന്ന എല്ലാവരും എന്നോട് പറഞ്ഞത് ഞാൻ കേട്ട സെയിം ക്ലീഷേ ഡയലോഗ്സ് തന്നെയായിരുന്നു. അപ്പോൾ എറണാകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിലെ ഒരു പ്രൊഫസർ ഡോക്ടർ എന്നോട് പറഞ്ഞത്, സയൻറ്റിസ്റ്റേ നിങ്ങളിത് അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ. നിങ്ങളുടെ മുഖം ഇങ്ങനെ ആയി പോയി എന്നുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് എല്ലാവരും ചോദിക്കുമായിരിക്കും നിങ്ങളുടെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. നിങ്ങളിത് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വല്ല സ്റ്റെറോയിഡ് ക്രീംസോ മോയ്സ്ചറൈസറോ ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു സിംറ്റംസിനെ മാനേജ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു അവസാന വാക്ക് കേട്ടപ്പോൾ എൻ്റെ അവശേഷിച്ചിരുന്ന എല്ലാ ഹോപ്പും നഷ്ടമായി. അന്ന് ആ ഒരു ഡോക്ടറിൻ്റെ ചേംബറിൽ നിന്നും ഇറങ്ങി എൻ്റെ ഹസ്ബൻഡ് എന്തൊക്കെയൊക്കെ മരുന്ന് മേടിക്കാൻ പോയപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പുറകിലത്തെ ആ ഒരു ബെഞ്ചിൽ പകുതി ചത്ത പോലെ ഇരുന്ന് കരഞ്ഞ എന്നെ ഞാൻ ഇന്നും ഓർക്കുന്നു. ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. അന്ന് വിചാരിച്ചു ഇനി മേലാൽ ഒരു ഡോക്ടറിനെ കാണുന്നില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയായി പോയി എന്നത് ആക്സെപ്റ്റ് ചെയ്യുക എന്നതുമായിട്ട് ആ ഒരു ചിന്തയുമായിട്ടാണ് തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെയും അത് കൂടാൻ തുടങ്ങി. ഒരു വിദൂരത്തിലുള്ള ഒരു ഹോപ്പ് പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു ഈ കൂടിയ അവസ്ഥയൊക്കെ മാറുമെന്നുള്ളത്. അങ്ങനെ ഈ മുഖത്തിൻ്റെ ഇത്രയും ഭാഗം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഈ ഒരു സ്ക്രീനിൽ ഞാൻ പല ഫോട്ടോസ് ഇടാൻ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ഫോട്ടോസൊക്കെ ഇതിൻ്റെ തുടക്കത്തിലുള്ള അവസ്ഥയാണ്. പഴുപ്പൊലിക്കുന്ന, ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുന്ന, ചീഞ്ഞ് നാറിയ മുഖവുമായിട്ടാണ് ഞാൻ അന്ന് നടന്നിരുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന എന്താ പറയുക അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വല്ലാതെ ബ്രൈറ്റനായി സ്മൂത്തനാക്കിയിരിക്കുന്ന അവസ്ഥയാണിത്. ഇത് നേരിൽ കാണുമ്പോൾ വളരെ എന്താ പറയുക നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അത് വന്ന ആളായ എനിക്ക് എൻ്റെ മുഖം കാണുമ്പോൾ ഞാൻ എന്നും കരയുമായിരുന്നു. എത്രമാത്രം കരഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മ പോലുമില്ല. എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീച്ച് നോക്കുന്നത് എൻ്റെ മുഖത്ത് പഴുപ്പ് ഇങ്ങനെ പുറ്റുപിടിച്ച മുഖവുമായിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുന്നത് വളരെയധികം വേദനയായിരുന്നു. എന്നും വാവിട്ട് കരഞ്ഞിരുന്ന എൻ്റെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് ഞാൻ എന്നും നോക്കിയിരുന്ന എൻ്റെ മിറർ എടുത്തു മാറ്റി. മാസങ്ങളോളം മുഖം നോക്കാത്ത, എന്ന് പറഞ്ഞാൽ മുഖം കണ്ണാടിയിൽ നോക്കാൻ ഒരു മുഖമില്ലാതിരുന്ന ആളായിരുന്നു ഞാൻ ആകെ മുഖം നോക്കിയിരുന്നത് എൻ്റെ മൊബൈലിൻ്റെ പുറത്തെ കവറായിരുന്നു. അരണ്ട വെളിച്ചത്തിൽ നമ്മൾ കാണുന്നത് പോലെ അതും ദൂരെ പിടിച്ചിങ്ങനെ നോക്കുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ എൻ്റെ ശങ്ക് പകുതി ഉടയുമായിരുന്നു. പിന്നെയും കരച്ചിലും വല്ലാത്ത നീറ്റിലും പുകച്ചിലുമായിട്ട് ഇയ്യോബ് ഓടിട്ട് ചുരണ്ടിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അത് തന്നെയായിരുന്നു ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. ഈ ജീർണിച്ച ചീഞ്ഞു നാറിയ നാറ്റം വെക്കുന്ന മുഖം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക്. ആ ഒരു മുഖം ഇങ്ങനെ നഖമിട്ട് മാന്തിക്കൊണ്ടിരിക്കുന്നതിന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൈ പിടിച്ച് എൻ്റെ നഖമൊക്കെ വെട്ടിക്കളയുമായിരുന്നു. ഇന്ന് ഈ വളർന്നു നിൽക്കുന്ന നഖം കാണുമ്പോൾ ഞാൻ പറയും എൻ്റെ യേശുവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഇതൊക്കെ എൻ്റെ ടെസ്റ്റിമണിയാണ് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. കണ്ണാടിയിൽ ഓരോ ദിവസവും എൻ്റെ മുഖം കാണുമ്പോൾ ഞാൻ ഇന്ന് പറയും എൻ്റെ യേശുവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ മൈ ജീസസ്. മുഖം വല്ലാതെ വികൃതമായി എന്നതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് തീരെ വാ പൊളിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. കാരണം ഒരു പശയിട്ട് നമ്മുടെ ഈ മുഖം ഒട്ടിച്ച് വെച്ചാൽ എങ്ങനെയിരിക്കും അങ്ങനെ തന്നെയായിരുന്നു. കോവിഡ് കഴിഞ്ഞ എല്ലാവരും മാസ്കൊക്കെ ഊരി മാറ്റി മുഖം കാണിച്ച് നടന്നപ്പോൾ മാസ്കിൻ്റെ പുറകിൽ വികൃതമായൊരു മുഖവുമായിട്ട് ഞാൻ നടന്നു. എൻ്റെ മാസ്കിൽ പലപ്പോഴും ഈ 2 ഭാഗത്തും ഇവിടെ എല്ലാം നനഞ്ഞായിരുന്നു ഇരുന്നിരുന്നു. ഒന്നുകിൽ പഴുപ്പോ ഫ്ലൂയിഡോ ആയിരിക്കും, അല്ലെങ്കിൽ അതെൻ്റെ കണ്ണുനീരായിരുന്നു. അങ്ങനെയൊന്നും മുമ്പോട്ട് ഒരുപാട് കാലമൊന്നും പോകാൻ പറ്റത്തില്ല എന്നത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അവസാനം തീരുമാനിച്ചത് ചാകാനാണ്. ഞങ്ങളുടെ വീട്ടിലെ ഫാനുകളും ബാൽക്കണിയും ഒക്കെ എന്നെ വല്ലാതെ
ആകർഷിച്ചിരുന്നു. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ, ഇത്തരം എക്സ്ട്രീംലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ട്രബിൾഡ് സിറ്റുവേഷനിൽ കൂടി, സൊല്യൂഷൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, നാച്ചുറലി വരുന്നൊരു ചിന്തയാണ്, വൈ മീ, എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് റെഡിമെയ്ഡ് ഉത്തരം സാത്താൻ എല്ലാവരുടെ മനസ്സിൽ തരുന്നത് തന്നെയായിരിക്കും. എൻ്റെ മനസ്സിലും സാത്താൻ ഇത്തരം 2 ഉത്തരങ്ങൾ തന്നു. ഒന്നാമത്തെ ഉത്തരമാണ്, വളരെ പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ ഇത് വന്നത്. എൻ്റെ പാപങ്ങൾക്ക് ദൈവം എന്നെ ശിക്ഷിച്ചതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളെ പോലെ ഞാനും പാപി തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ സാത്താൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തിങ്കിങ് തന്നപ്പോൾ ഞാനും തീരുമാനിച്ചു, ശരിയായിരിക്കും, എൻ്റെ പാപങ്ങൾ നേരത്തെ ദൈവം എന്നെ ശിക്ഷിച്ചതാണ്. പിന്നെ മറ്റൊരു ചിന്തയും എൻ്റെ മനസ്സിൽ സാത്താൻ തന്നു, ഇതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ചിലരുടെ ജീവിതത്തിൽ നന്മയും ചിലരുടെ ജീവിതത്തിൽ തിന്മയും കൊടുക്കാൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണത്. അപ്പോൾ ഈ ഒരു 2 കാരണങ്ങൾ കൊണ്ടും എന്നെ നശിപ്പിച്ച, എൻ്റെ മുഖം എടുത്തു മാറ്റിയ, പൂർണ്ണമായിട്ടും ജീർണിച്ച അവസ്ഥയിലേക്ക് എന്നെ നയിച്ച ആ ഒരു യേശുവിനെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കാൻ തുടങ്ങി. ഞാൻ യേശുവിനോട് പറയാനോ, ഐ ഡെസ്പൈസ് യു, ഐ ഹേറ്റ് യു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയധികം വെറുത്ത ഒരാളില്ല. ഞാനാണോ ഈ ലോകത്തിലെ ഏറ്റവും പാപി, ഞാൻ ചാകാൻ വേണ്ടിയല്ല നീ എനിക്ക് ഇത് തന്നത് എന്നൊക്കെയുള്ള വളരെ വലിയ, പുറത്ത് മറ്റാരോടും പറയാൻ മേലാത്ത കുറ്റ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാനിത്. തുറന്നു പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമാണ്. എന്താണെന്നറിയാമോ, ആ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞ ഏറ്റവും എന്താ പറയുക, ഞാൻ ചെളി വാരി എറിഞ്ഞ ആ ഒരു മുഖത്ത്, ആ ഒരു യേശുവിന്, അവന് എന്നോടുള്ള സ്നേഹത്തിൽ നിന്നും അകറ്റാൻ ഇതൊന്നിനും കഴിഞ്ഞില്ല എന്നത് ബൈബിള് പ്രകാരമുള്ള ഒരു വലിയ സത്യം തന്നെയാണ്. ഒന്നുകൊണ്ടും അവന് നമ്മളോടുള്ള സ്നേഹത്തെ മാറ്റാൻ സാധിക്കുകയില്ല. ആ ഒരു അവസരങ്ങളിലൊക്കെ, ഹോപ്പ്ലെസ് ആയിട്ട് ഞാൻ നടന്ന അവസരങ്ങളിലുമൊക്കെ എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നടന്നു വന്നിരുന്ന ആ ഒരു യേശുവിനെ ഞാൻ കണ്ടെത്താൻ കുറച്ച് വൈകി. അപ്പോൾ ഇങ്ങനെ ആ ഒരു എന്താ പറയുക, ചാകാനും ജീവിക്കാനും മേലാത്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ട് എനിക്കൊരു മോചനം ആവശ്യമായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു ദിവസം ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി കാറിലിരുന്നപ്പോൾ ഞാൻ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, ഈ ലോകത്തിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആരുമില്ല, ഇസ് ദർ എനിവൺ ടു ഹെൽപ്പ് മീ. ഇത്തരം കരച്ചിലുകളൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ എത്രമാത്രം ജീർണിച്ച അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ടെസ്റ്റിമണി പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും, എന്നെ പോലെ ജീർണിച്ച അവസ്ഥകളിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ ബാൽക്കണിയിൽ വന്ന് ദൂരോട്ട് നോക്കി യേശുവിനോട് ചോദിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ചോദിച്ചത്, ഞാൻ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്? 2000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ, ഇസ്രായേലിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, ഞാൻ ഓടി വന്ന് നിന്റെ കുപ്പായത്തിൻ്റെ വിളിമ്പിൽ ഞാൻ തൊട്ടേനമായിരുന്നു, എനിക്ക് സൗഖ്യം വന്നേനമായിരുന്നു എന്നുള്ള ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ ആ നിമിഷം എൻ്റെ കാതുകളിൽ ഒരാൾ പറഞ്ഞു, ഐ എം സ്റ്റിൽ ലിവിങ്, ഐ എം സ്റ്റിൽ ഹീലിംഗ്. ഞാൻ ഇന്നും ജീവിക്കുന്നു, ഞാൻ ഇന്നും സൗഖ്യമാക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു വാക്കുകൾ ഞാൻ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ വായിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ തന്നെയാണ്. സൗഖ്യം വരും എന്നുള്ള ആ ഒരു വാക്കുകൾ കേൾക്കാതായ ആ ഒരു എൻ്റെ കാതുകളിൽ യേശു ആദ്യം എന്നെ കേൾപ്പിച്ചത് ഞാൻ സൗഖ്യമാക്കും എന്നത് തന്നെയാണ്. യേശു ക്രിസ്തു എന്നെ വല്ലാതെ പ്രോംപ്റ്റ് ചെയ്തു ഹീലിങ്ങിനെ പറ്റി സെർച്ച് ചെയ്യാൻ. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തു, മിറാക്കുലസ് ഹീലിംഗ് എന്താ പറയുക ടെസ്റ്റിമണീസ് എന്ന് പറഞ്ഞ കീവേഡുമായിട്ട് ഞാൻ ഒരുപാട് ഹീലിംഗ് ടെസ്റ്റിമണീസ് കണ്ടു. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വളരെ മിറാക്കുലസ് ആയിട്ട് ഹീലിംഗ് ലഭിച്ച ആൾക്കാരുടെയൊക്കെ ടെസ്റ്റിമണി വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷവും ഹോപ്പും ലഭിച്ചു. പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ആരൊക്കെ ഒരു കാലം മുമ്പോട്ട് എടുക്കുന്നോ നമ്മളെയൊക്കെ പുറകോട്ട് വലിക്കാൻ ശത്രു എന്നും എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ശത്രു പിന്നെയും എൻ്റെ ചിന്തകളിൽ തന്നു, ഇത് ക്യാൻസറാണ്, ട്യൂമറാണ്, ആ രോഗമാണ്, ഈ രോഗമാണ്, നിൻ്റേത് സ്കിന്നാണ്, ഈ സ്കിന്നിൻ്റെ അസുഖങ്ങളൊന്നും മാറുന്നതല്ല, ഡോക്ടേഴ്സ് എത്ര പേര് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ആ ഒരു ചിന്ത എന്നെ വല്ലാതെ പിന്നെയും ദുഃഖത്തിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ ഹെബ്രായ ലേഖത്തിൽ പറയുന്നത് പോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണത്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ രചയിതാവും അത് പൂർത്തി വരുത്തുന്നതുമാണ് എന്നതാണ്. ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മൾ വിശ്വാസം നമ്മുടെ ഉള്ളിൽ
തന്നിട്ടുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്യാനും അത് പൂർത്തീകരിക്കാനും ദൈവം എത്രമാത്രം കൂടെ ഇരിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതാണ്. സാത്താൻ്റെ ആ ഒരു നുണകളെയും ആ ഒരു ചിന്തകളെയും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി യേശുക്രിസ്തു എന്നെ പിന്നെയും ഹീലിംഗ് ടെസ്റ്റിമണീസ് വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേൾപ്പിക്കാൻ വേണ്ടി പ്രോംപ്റ്റ് ചെയ്തു. അങ്ങനെ യൂട്യൂബിൽ ഞാനൊരു മെസ്സേജ് സെർച്ച് ചെയ്തു. ഹീലിംഗ് ടെസ്റ്റിമണീസ് എന്ന് പറഞ്ഞ് വെറുതെ എന്തോ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ എന്തോ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് ഒരു പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. ആ പാസ്റ്ററിൻ്റെ പ്രസംഗം ഇങ്ങനെയാണ്: ജീസസ് ക്രൈസ്റ്റ് വാണ്ട്സ് ടു ഹീൽ യു എന്നതാണ് ആ ഒരു പാസ്റ്റർ പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് ന്യൂസ് ടു മീ. എന്ന് വെച്ചാൽ ഒരു രോഗിക്ക് ആ രോഗം ഭേദമാകണമെന്ന് രോഗി ആഗ്രഹിക്കുന്നതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ അത് ആഗ്രഹിക്കുന്നത്, അതിൽ താല്പര്യമുള്ളത് യേശുവിനാണ്. അവർക്ക് രോഗം ഭേദമാക്കി കൊടുക്കാൻ യേശുവിനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുള്ളത് എന്നെ വല്ലാതെ ആനന്ദിപ്പിച്ച ഒരു സത്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, 1 Peter 2:24 എഴുതിയിരിക്കുന്നത് പോലെ, ബൈ ഹിസ് വൂൺസ് യു വെയർ ഹീൽഡ് എന്നുള്ള ആ സത്യം അന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. പിന്നീടും യേശു എന്നെ വളരെയധികം വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്തത് സത്യം പറഞ്ഞാൽ ഇന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയാൻ മേലാത്ത ഒരു കാര്യമാണ്. പിന്നെയും ഹീലിംഗ് ടെസ്റ്റിമണീസ് സെർച്ച് ചെയ്ത് എനിക്ക് ലഭിച്ച ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതേ പാസ്റ്റർ ആ പാസ്റ്ററിൻ്റെ മകളുടെ ടെസ്റ്റിമണി വായിക്കുകയാണ്. ഒരു പേപ്പറിൽ നിന്നും എഴുതി വായിക്കുന്ന ഒരു ടെസ്റ്റിമണി. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഈ ഒരു അസുഖം എനിക്ക് ഉണ്ടായത് 2019-ലാണ്. ആ ഒരു ആളുടെ ടെസ്റ്റിമണിയാണ് ഞാൻ പറയുന്നത്. മുഖം പൂർണ്ണമായിട്ടും വികൃതമായിട്ട്, ചിരിക്കാനോ വാ തുറക്കാനോ സംസാരിക്കാനോ മേലാതെ ഞാൻ അധികം ബുദ്ധിമുട്ടി. വളരെയധികം വികൃതമായി പോയ എൻ്റെ മുഖം ഷോൾ കൊണ്ട് പൊതിഞ്ഞാണ് ഞാൻ ഓഫീസിൽ പോയിരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, എന്താണ് ഇത് ഇങ്ങനെ പറ്റിയത്? അത് കേൾക്കുമ്പോൾ, ആ പറച്ചിൽ അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരയുമായിരുന്നു എന്നുള്ള അത്രയും കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ജീസസ്, ഹൗ യു ആർ ട്രൈങ് ടു സ്ട്രെങ്തൻ മീ. അന്ന് എൻ്റെ കൂടെ എന്നെ ശക്തിപ്പെടുത്താൻ ആ യേശു എത്രമാത്രം ശ്രമിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ആ ഒരു യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ടെസ്റ്റിമണി ഞാൻ എഴുതിയാൽ എങ്ങനെയിരിക്കും അതുപോലെ തന്നെയായിരുന്നു അത്. ഞാൻ എൻ്റെ ടെസ്റ്റിമണി എന്നോ വർഷങ്ങൾക്ക് മുമ്പ് വായിക്കുന്നത് പോലെ തന്നെയാണ് ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ യേശു എന്നോട് പറഞ്ഞത്. ഈ രോഗവും ഞാൻ ഭേദമാക്കും. എൻ്റെ അതേ കണ്ടീഷനിലുള്ള എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഭേദമാക്കിയ ഏകദേശം എൻ്റെ പ്രായം തന്നെ ഉള്ള ആളുമായിരുന്നു. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ടെസ്റ്റിമണി യേശു എനിക്ക് നേരത്തെ കാണിച്ചത് തന്നെയാണ്. 3-4 മണിക്കൂറിന് ശേഷമാണ് ആ വീഡിയോ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടത്. വളരെയധികം വിശ്വാസം എനിക്ക് അന്ന് ആ ഒരു ടെസ്റ്റിമണിയിൽ കൂടി ഉണ്ടായി. ഒരാളുടെ ടെസ്റ്റിമണി പലരെയും ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടെസ്റ്റിമണി ചെയ്യുന്നത്. പിന്നീട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെയധികം എനിക്ക് സന്തോഷം തന്ന ഒരു ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. വളരെയധികം താല്പര്യത്തോടു കൂടി ബൈബിൾ വായിക്കാൻ തുടങ്ങിയ എൻ്റെ കാതുകളിൽ 1-2 ആഴ്ചയോളം ഒരാൾ പറയാൻ തുടങ്ങി, ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർ ലാസ്റ്റിംഗ് ലവ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ഊണിലും ഉറക്കത്തിലും, ഞാൻ ഈവൻ ഉറങ്ങി എണീക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഞാൻ തന്നതുപോലെ തന്നെ എൻ്റെ മുഖത്ത് വല്ലാത്ത ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പലപ്പോഴും ഒരു ദിവസം രാത്രിയിൽ എത്ര പ്രാവശ്യം ഞാൻ ഉറക്കത്തിൽ നിന്നും എണ്ണീക്കുന്നു എന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ എണ്ണീക്കുമ്പോഴും എൻ്റെ കാതുകളിൽ ഞാൻ കേട്ടത് ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർ ലാസ്റ്റിംഗ് ലവ് എന്നത് തന്നെയാണ്. ആ ഒരു പറച്ചിലിൽ കൂടി ആ ഒരു വചനം എൻ്റെ മനസ്സിലിങ്ങനെ തന്ന് ശത്രു തന്ന ആ ഒരു നുണകൾ യേശു പൂർണ്ണമായിട്ടും തുടച്ചു കളഞ്ഞു. എൻ്റെ പാപം കൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നതെന്നും അവൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നാശത്തിന് അവൻ വഴി വെച്ചതെന്നുമുള്ള ആ ഒരു നുണകൾ പൂർണ്ണമായിട്ടും തുടച്ച് മാറ്റി. എൻ്റെ ഹീലിംഗ് ജേണിയിലെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു റിന്യൂവൽ ഓഫ് മൈൻഡ്. മനസ്സിനെ നവീകരിക്കുക. എവിടെയോ കേട്ട തെറ്റുകളും എവിടെയോ കേട്ട നുണകളുമൊക്കെ സാത്താൻ നമ്മുടെ മനസ്സിൽ തരുമ്പോൾ ഇതിനെയൊക്കെ തുടച്ച് മാറ്റി പുതിയ യേശുവിൻ്റെ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുക എന്നത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു റിന്യൂവൽ ഓഫ് മൈൻഡ് വരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് യേശുക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹത്തെ അറിയുക എന്നത് തന്നെയാണ്. എൻ്റെ മെസ്സേജുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നത് യേശുവിൻ്റെ സ്നേഹത്തെ തന്നെയാണ്.
നിങ്ങളെ ഒരിക്കലും കൈവിടാത്ത ആ ഒരു സ്നേഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും മോശമായ അവസ്ഥകളിൽ കണ്ടെത്തിയതാണ്. എന്നെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്ന ആ ഒരു സമയത്ത് എന്നെ രക്ഷിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്ന ആ യേശു നിങ്ങളെ ഓരോരുത്തരെയും എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ ഈ ഒരു റിന്യൂവൽ ഓഫ് മൈൻഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹാവിങ് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്. റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പ്രാർത്ഥനകളൊക്കെ മാറ്റി വെച്ചിട്ട്, അഭയയാചനകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ആദ്യം ചെയ്തത് ബൈബിള് സ്കാൻ ചെയ്യുകയാണ്. ആദ്യത്തെ കവർ മുതൽ ഈ കവർ മുതൽ ആദ്യം വെറുതെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ വായിക്കുമായിരുന്നു, വല്ലാത്ത താല്പര്യത്തോടുകൂടി. സത്യം പറഞ്ഞാൽ ന്യൂസ് കാണാതെ, ടി വി കാണാതെ, വാർത്ത വായിക്കാതെ, മറ്റൊരു കാര്യത്തിലും മുഴുകാതെ, ഒരു ഫോണിലും ടൈം സ്പെൻഡ് ചെയ്യാതെ ഞാൻ ആദ്യം ചെയ്തത് ബൈബിളിൽ മുഴുകുകയാണ്. ഒരു പ്യൂപ്പ കൊക്കൂണിലകത്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ വചനം വായിക്കാൻ തീരുമാനിച്ചത്. എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്ന് ഈ ഒരു ബൈബിള് സത്യം പറഞ്ഞാൽ എനിക്കന്ന് ഓക്സിജനായിരുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കാൻ ഇത്രമാത്രം താല്പര്യം ഞാൻ കാണിച്ചു. ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത് സൗഖ്യത്തിന് വേണ്ടി മാത്രമാണ്. നമ്മളെല്ലാവരും വരുന്നത് അങ്ങനെയാണ്, നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. പക്ഷെ വളരെയധികം പെട്ടെന്ന് തന്നെ അവൻ്റെ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ അവനെ അറിയാൻ വളരെയധികം താല്പര്യമായി. ആ ഒരു സൗഖ്യം നേടണമെന്ന ആ ഒരു ചിന്തയൊക്കെ അങ്ങോട്ട് മാറിയിട്ട് അവനെ അറിയാൻ, അവനോട് അടുത്ത് ചേർന്നിരിക്കാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ടായി. അങ്ങനെ തന്നെയാണ് ബൈബിളിലെ വളരെയധികം അമൂല്യമായ പല കാര്യങ്ങളും യേശു എനിക്ക് കാണിച്ചു തന്നത്. ഒരു പാസ്റ്ററിനും ഒരു പ്രീച്ചറിനും ഒരു ബൈബിൾ കോളേജിനും പറഞ്ഞ് തരാൻ കഴിയാത്ത കാര്യങ്ങളാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ, നീ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ നീ എന്നെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്തും, അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ കാണിക്കും എന്നുള്ളത് ഇതും എൻ്റെ ടെസ്റ്റിമണിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ മുഴുകി ഒരുപാട് ഫെയ്ത്ത് ഡിക്ലറേഷൻസ് പറയാൻ തുടങ്ങി. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ഈ ഒരു വചനം എത്ര പ്രാവശ്യം പറഞ്ഞു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയത്തേയില്ല. ബൈ ദ വൂൺസ് ഓഫ് ജീസസ് ഐ എം കംപ്ലീറ്റ്ലി ഹീൽഡ്, ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ എം കംപ്ലീറ്റ്ലി ഹീൽഡ് എന്നിങ്ങനെയുള്ള പല വചനങ്ങളൊക്കെ പറഞ്ഞു നടന്ന എനിക്ക് എൻ്റെ മുഖത്ത് വലിയൊരു വ്യത്യാസം കാണപ്പെട്ടു. സത്യം പറഞ്ഞാൽ ആ രോഗം കൂടാൻ തുടങ്ങി, രോഗം മൂർച്ഛിക്കാൻ തുടങ്ങി. എൻ്റെ മുഖത്തിൻ്റെ ഇത്രയും ഭാഗമായിരുന്നു ആദ്യം നഷ്ടപ്പെട്ടത്. പക്ഷേ വളരെ താമസിയാതെ തന്നെ ഒരു 1.5 മാസത്തിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ പുരികത്തിൻ്റെ മുകളിൽ തൊട്ട് ഇവിടം തൊട്ട് എൻ്റെ മാലയിടുന്ന ഈ ഒരു ഭാഗം വരെ പൂർണ്ണമായിട്ട് വികൃതമാകാൻ തുടങ്ങി. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം സംഭവിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ മുഴുവൻ, എൻ്റെ കാലിൻ്റെ പാദം വരെ, എൻ്റെ ചെവിയുടെ പുറകു തൊട്ട് എൻ്റെ കാലിൻ്റെ പാദം വരെ പുതിയ സ്ഥലത്ത് എക്സീമയുടെ പാച്ചസ് പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞാൻ ചിലരുടെയൊക്കെ ടെസ്റ്റിമണീസ് അവസ്ഥകൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഈ എക്സീമ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ വന്നാൽ നമുക്ക് നടക്കാനും അനങ്ങാനും ഒന്നും പറ്റത്തില്ലാത്ത ആ ഒരു അവസ്ഥയാവും. അന്ന് ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ദൈവവും കൈവിട്ടു, എല്ലാ ഡോക്ടേഴ്സും കൈവിട്ടു, യേശുവും കൈവിട്ടു എന്ന ആ ഒരു സിറ്റുവേഷനിലേക്കാണ് സാത്താൻ പിന്നെയും എൻ്റെ രോഗം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത്. രോഗം മൂർച്ഛിക്കുന്ന ആ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ എൻ്റെ ചിന്തകളിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു. ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് കണ്ണാടിയിൽ ഞാൻ എൻ്റെ മുഖം നോക്കി. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി എൻ്റെ മുഖം കണ്ടപ്പോൾ. ഇത്ര വികൃതമായ ഒരവസ്ഥയിലേക്കാണ് എൻ്റെ മുഖം എത്തി നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരുപാട് നാളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കാണത്തില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ അന്ന് ആ കണ്ണാടിയിൽ നിന്ന് തിരിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയതിന് ശേഷമല്ലേ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചു. അന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് ഇനി ആ മരുന്നൊക്കെ അങ്ങ് എടുത്താലോ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പോയി ഒരു മുറിയിൽ കയറി കഥ അടച്ചു. അവിടെ പോയി ഞാൻ മുട്ടുകുത്തിയിരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി എന്നെ രക്ഷിക്കുന്നത് എൻ്റെ യേശുവാണ്. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഒരു വലിയ കാർഡ്ബോർഡ് കവറിൽ എൻ്റെ പഴയ മരുന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ആ മരുന്നൊക്കെ ഞാൻ ഞങ്ങളുടെ കട്ടിലിൻ്റെ കീഴിലോട്ട് തള്ളി വെച്ചിട്ട് പറഞ്ഞു, ഇനി എന്നെ രക്ഷിക്കുന്നത് എൻ്റെ യേശുവാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഹീലിംഗ് ജേർണിയിലെ ഏറ്റവും നിർണായകമായ ഒരു ഡിസിഷനായിരുന്നു അത്, അല്ലെങ്കിൽ ഒരു ആക്റ്റായിരുന്നു. വേർഡ്സ് ഓഫ് ഫെയ്ത്ത് മാത്രമല്ല, ആക്ഷൻസ് ഓഫ് ഫെയ്ത്ത് എന്നും
പറയുന്നത് ഇതിനെ തന്നെയാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടത് രോഗം ഭേദമായില്ല, ഒരു ശകലം പോലും മാറ്റം വന്നില്ല എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് എൻ്റെ രോഗം ഏറ്റവും മൂർച്ഛിച്ച അവസ്ഥയിലെത്തിയ ആ ഒരു സമയമായിരുന്നു അത്. ഞാൻ പ്രഖ്യാപിച്ചു, ഇനി എന്നെ സൗഖ്യമാക്കുന്നത് എൻ്റെ യേശുവാണ്. കാരണം എൻ്റെ കൈപിടിച്ചവൻ, അവൻ എന്നെ ഒരു നാളും കൈവിടത്തില്ല എന്നുള്ള വലിയ വിശ്വാസം ആ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വചനത്തിൽ അതീവ താല്പര്യം കാണിച്ച് വചനവുമായിട്ട് കിടന്നുറങ്ങിയ യേശു എനിക്ക് വളരെയധികം വിശ്വാസമേകി. അന്ന് ഞാൻ പ്രഖ്യാപിച്ച ആ ഒരു പ്രഖ്യാപനം, യേശു എന്നെ ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ള ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞത് എൻ്റെ ഹീലിംഗ് ജേർണിയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകമായിരുന്നു. കാരണം എല്ലാവരും കൈവിട്ടു, യേശുവും കൈവിട്ടു, യേശുവും നിന്നെ രക്ഷിക്കാൻ ഒരു താല്പര്യവും ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലും അവൻ എന്നെ കൈവിടത്തില്ല, വിശ്വാസം ഞാൻ വെച്ചാൽ ഒരിക്കലും അവൻ എന്നെ കൈവിടത്തില്ല എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം എന്നിൽ വളരെയധികം വിശ്വാസം തന്ന, എൻ്റെ ഉള്ളിൽ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് നേടിത്തന്ന ഒരു വാക്യം തന്നെയാണ്. ശത്രുവാണ് കൊല്ലാനും അറുപ്പാനും മുടിപ്പാനും വരുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ, നല്ല ജീവൻ നൽകാനാണ് എന്നുള്ള ആ ഒരു വാക്യം അതിനോടകം തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. അവൻ വന്നത് എനിക്ക് നല്ല ജീവൻ നൽകാനാണ്, എൻ്റെ ചത്ത അവസ്ഥകൾക്ക് മാറ്റം അവൻ നൽകും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ വലിയ വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടി വചനമെന്ന ആ ഒരു കണ്ണാടിയിൽ കൂടി ഞാൻ എൻ്റെ ഫ്യൂച്ചർ കാണാൻ തുടങ്ങി. ബൈബിളിൽ നിന്ന് ഞാൻ ഒരുപാട് വേഴ്സസ് കണ്ടുപിടിച്ചു. ഈ വേഴ്സസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു പേപ്പറിലാക്കി. ഇതൊക്കെ ഒരുപാട് ചെറുതായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഒരുപാട് വേഴ്സസ് ഉണ്ട്. ഇത് ഹീലിങ്സിന് വേണ്ടി മാത്രമല്ല, പലതരത്തിലുള്ള വിശ്വാസത്തിൽ നമ്മളെ നിലനിർത്താൻ വേണ്ടി ഉതകുന്ന വചനങ്ങൾ തന്നെയാണ്. ഇത് ഏത് നേരം എടുത്ത് വായിക്കുമായിരുന്നു. എപ്പോഴും എടുത്ത് വായിച്ച് എനിക്ക് വളരെയധികം വിശ്വാസമായി. ഇത് മാത്രമല്ല, ഞാൻ ഇങ്ങനെയൊരു ബോർഡ് ഉണ്ടാക്കി. ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് 2019 എടുത്ത എൻ്റെ ഒരു ഫോട്ടോയാണ്. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന മുഖം സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ആ ഒരു മുഖം കണ്ട് ഞാൻ എങ്ങനെ ഇരുന്നു എന്നതുപോലും ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയിരുന്നു. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന കുഴി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ എടുക്കുന്ന യേശുവാണിത്. ആ കുഴി കിടക്കുന്ന കുഞ്ഞാട് അന്നത്തെ എൻ്റെ അവസ്ഥയാണ്. ഏറ്റവും മോശമായ അവസ്ഥകളിലും കൈനീട്ടി എന്നെ ആ ഒരു കുഴിയിൽ നിന്നും വലിച്ചെടുത്ത് പാറപ്പുറത്ത് നിർത്തി യേശു എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ എന്ന് പറയുക. ഇത് മാത്രമല്ല, നിന്നെപ്പോലെ അന്ധകാരത്തിൽ കഴിയുന്ന പലർക്കും വേണ്ടി പറയുക, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു, യേശുക്രിസ്തു ഇന്നും രക്ഷിക്കുന്നു, സൗഖ്യമാക്കുന്നു എന്നത്. ഇതിനകത്ത് പല വേഴ്സസും എഴുതിയിട്ടുണ്ട്. ഇത് ഒരുപാട് വേഴ്സസ് ഉണ്ടായിരുന്നു. പല വേഴ്സസും ഒക്കെ പറഞ്ഞു പോയി. എങ്കിലും ഇന്നും ഇത് ഞാൻ സൂക്ഷിക്കുന്ന ഒരു ബോർഡ് തന്നെയാണ്. ഇതിനകത്ത് ആദ്യത്തെ ഈ ഒരു വേഴ്സ് എന്ന് പറഞ്ഞാൽ സെഖരിയ 4:7 Obstacles as great as mountains will disappear before you. You will rebuild the temple, and when you rebuild the temple, when you put the last stone in place, people will shout, beautiful, beautiful. മലകൾ മാറി നിൽക്കുന്ന വിശ്വാസം കാഴ്ചവെക്കാൻ യേശു എനിക്ക് വലിയ കൃപയാണ് നൽകിയത്. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് വചനത്തിൽ നിലനിൽക്കുന്നതിൽ കൂടിയാണ്. ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസം വരുമെന്നത് എനിക്കറിയത്തില്ല. പക്ഷേ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും ദൈവം പൂർത്തീകരിക്കും എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ആമസോണിൽ നിന്നും വിർജിൻ കോക്കനട്ട് ഓയിൽ മേടിച്ചു. എൻ്റെ തന്നെ പാപപങ്കിലമായ കൈകൾ ഉപയോഗിച്ച് ഞാൻ അതിനെ വാഴ്ത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബൈ ഫെയ്ത്ത് ഐ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ ബ്ലഡ് ഓഫ് ജീസസ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഓരോ പ്രാവശ്യവും എൻ്റെ മുഖത്ത് ഞാൻ ഈ വെറും വെളിച്ചെണ്ണ തേക്കുമായിരുന്നു. ഞാൻ ഹോളി ഓയിലിന് വേണ്ടി അവിടെയും ഇവിടെയും ഒന്നും പോയില്ല, എങ്ങും പോയില്ല. കാരണം ഞാൻ വിശ്വസിച്ചത് എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും എന്നത് തന്നെയാണ്. വെറും പച്ചവെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴും ഞാൻ പറയുമായിരുന്നു, ബൈ ഫെയ്ത്ത് ഐ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ ബ്ലഡ് ഓഫ് ജീസസ്, ദിസ് ഇസ് ദ ബോഡി ഓഫ് ജീസസ്. പച്ചവെള്ളം കുടിക്കുമ്പോഴും അത് യേശുവിൻ്റെ ശരീരമാണ്, യേശുവിൻ്റെ രക്തമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനത് പാനം ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളം മുഖത്ത് തൊടാൻ പോലും പറ്റത്തില്ലായിരുന്നു. മുഖം കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ മുഖം വല്ലാതെ ടൈറ്റായിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഓരോ പ്രാവശ്യവും വാഷ് ബേസിനിൽ നിന്നും ടാപ്പ് തുറന്നു വെച്ചിട്ട് ഈ കൈകൾ കൊണ്ട് ഞാൻ പറയും, ബൈ ഫെയ്ത്ത് ഐ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ ബ്ലഡ് ഓഫ് ജീസസ്.
അങ്ങനെ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ മുഖം കഴുകാൻ തുടങ്ങി. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ മരുന്ന് പോലെ ആ ഒരു എണ്ണ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കുളിക്കാൻ വെള്ളമെടുക്കുമ്പോൾ ബക്കറ്റിൽ വെള്ളമെടുത്തിട്ട് ഞാൻ പറയും, ബൈ ഫെയ്ത്ത് ഐ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ ബ്ലഡ് ഓഫ് ജീസസ്. നയമാൻ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി എണ്ണീച്ചപ്പോൾ അവൻ്റെ കുഷ്ഠം മാറിയതുപോലെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കുളിക്കുന്ന എൻ്റെ ശരീരത്തിൽ നിന്നും ഈ രോഗം എത്രമാത്രം മാറിപ്പോകേണ്ടതാണ് എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കും, പക്ഷേ വിശ്വസിക്കുക, ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും രോഗങ്ങൾ മാറിപ്പോകുന്നത് നിങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരുപാട് വചനങ്ങൾ എന്നെ ശക്തീകരിച്ചു. ഞാൻ ചെയ്ത മറ്റൊരു വലിയ കാര്യമാണ്, ബൈബിളിൽ ആ സമയത്ത് ഞാൻ വായിച്ചതാണ്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 10 കുഷ്ഠരോഗികളെ യേശുവിനെ കാണാൻ വരുന്നു. യേശുവെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന അവരോട് യേശു പറയുന്നത്, നിങ്ങൾ കൊണ്ടുപോയി മൂപ്പന്മാരെ കാണിക്കുക എന്നുള്ളതാണ്, നിങ്ങളുടെ ശരീരം. പക്ഷേ അവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നത് അവർ പോകുന്ന വഴിയിലാണ്. യേശുവിൻ്റെ അടുക്കൽ നിന്ന് അവർ പോകുമ്പോൾ അവർക്ക് രോഗസൗഖ്യം ലഭിച്ചിട്ടില്ലായിരുന്നില്ല. അവരുടെ കുഷ്ഠം അവരുടെ ദേഹത്ത് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വിശ്വാസത്തെ വളരെയധികം വർദ്ധിപ്പിച്ച ഒരു സ്ക്രിപ്ചറാണിത്, ഹീലിംഗ് സ്ക്രിപ്ചറാണിത്. അപ്പോൾ അന്ന് ആ ഒരു അവസ്ഥയിൽ ഞാൻ യേശുവിനോട് പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ ഒരു നിമിഷം എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ മുമ്പോട്ട് നടക്കാൻ പോവുകയാണ്, ആ കുഷ്ഠരോഗികൾ പോയതുപോലെ തന്നെ മുമ്പോട്ട് നടക്കുന്ന ഈ യാത്രയിൽ എനിക്ക് എന്നെങ്കിലും ഒരിക്കൽ ഹീലിംഗ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു ദിവസം കൊണ്ട് വിശ്വസിച്ചു. പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു 2025 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശരീരം തച്ചുടച്ച് എനിക്ക് നേടിത്തന്ന ആ ഒരു രോഗസൗഖ്യം എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്നു. പക്ഷെ അത് കാണാൻ കുറച്ച് നാളുകൾ എടുക്കുമെന്ന് അതങ്ങ് ഞാൻ സമ്മതിച്ചു കൊടുത്തു. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ഓരോ ദിവസവും വിശ്വാസ കണ്ണുകളിൽ എനിക്ക് കിട്ടാൻ പോകുന്ന സൗഖ്യം കണ്ട്, എൻ്റെ മുഖത്ത് വന്നിട്ടില്ലാത്ത ചീഞ്ഞളിഞ്ഞ നാറിയ മുഖവുമായിട്ട് നടന്ന് ഞാൻ പിന്നെയും യേശു എനിക്ക് പഴയതുപോലെ ഒരു മുഖം തരുമെന്ന് വിശ്വസിച്ച് നടക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. വെറും സൗഖ്യത്തിന് വേണ്ടിയുള്ള വിശ്വാസ പ്രമാണങ്ങളൊന്നുമല്ല. ഞാൻ തന്നെ ബൈബിളിൽ നിന്നും ചികഞ്ഞ് നോക്കി പല വാക്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് പറയാൻ തുടങ്ങി. രാവിലെ ഓരോ ദിവസവും ഓഫീസിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കാർ എടുക്കാൻ പോകുമ്പോൾ സൂര്യനെ കാണുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ദ സൺ ഓഫ് റൈച്ചസ്നെസ് ഹസ് റിസൺ വിത്ത് ഹീലിംഗ് ഇൻ ഇറ്റ്സ് വിങ്സ്, മൈ വൂൺസ് വിൽ ഹീൽ ക്വിക്ക്ലി. രോഗശാന്തിയുടെ ചിറകുകളുമായിട്ട് നീതി സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വചനം വളരെ വലിയൊരു വചനം തന്നെയാണ്. SUN സൺ അല്ല, SON സൺ. സൂര്യഭഗവാനെ നമസ്കരിച്ചതൊന്നുമല്ല. അങ്ങനെ ഓരോ സിംറ്റംസിനും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ വരും, ഇത് മാറത്തില്ലല്ലോ എന്നുള്ള മനസ്സിൽ. അപ്പോഴൊക്കെ ജെയിംസ് 4:8 എന്നെ വളരെയധികം ശക്തിപ്പെടുത്തിയ ഒരു വചനമാണ്, റെസിസ്റ്റ് ദ ഡെവിൽ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു എന്നതാണ്. ശത്രുവിനോട് പോരാടുക, അവൻ നിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകും. അപ്പോൾ ഈ ശത്രുവിനോട് പോരാടാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളത് ആകെ വചനം മാത്രമാണ്. വചനം പറഞ്ഞ്, അവസ്ഥ ഏതുമായിരിക്കട്ടെ ആ അവസ്ഥയിലും വചനം പറഞ്ഞ് ശത്രുവിനെ ഓടിക്കാൻ ഞാൻ വളരെയധികം ശ്രമപ്പെട്ടു എന്നത് പറയേണ്ട കാര്യം തന്നെയാണ്. എൻ്റെ മുഖത്തെ വൂൺസ് ഒന്നും പോകാത്തപ്പോൾ പിന്നെയും ഫ്ലൂയിഡും പഴുപ്പും ഒക്കെ ലീക്ക് ചെയ്തപ്പോഴും യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മൈ വൂൺസ് ഹീൽ ക്വിക്ക്ലി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ വ്രണങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോകുന്നു എന്നുള്ള ആ ഒരു വചനം, വ്രണങ്ങൾ കുറച്ച് നാളുകൾക്കകം ഞാൻ കണ്ടു അതൊക്കെ വല്ലാതെ കരിയാൻ തുടങ്ങി. ഒരുപാട് വചനങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് നോക്കി പറയുമായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ ഈ ഒരു അസുഖം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാവും, ഞാൻ ഇനി ആ ഒരു അവസ്ഥകളെ കാണത്തില്ല എന്നത് എന്നെ കാണിച്ചു തന്നത് മറ്റൊരു വചനമാണ്. ആ ഒരു വചനം ഞാൻ ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തേക്കാം. യു വിൽ സീക്ക് ബട്ട് യു വോണ്ട് ഫൈൻഡ്, ദോസ് ഹു കണ്ടന്റ് വിത്ത് യു, ദോസ് ഹു വെയിറ്റ് വാർ അഗൻസ്റ്റ് യു, ദേ ഷാൽ ബിക്കം ആസ് നത്തിങ് ആസ് നോൺ എക്സിസ്റ്റൻറ്റ് തിങ് എന്നാണ് ഈ ഒരു വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിന്നോട് പോരാടുന്നവർ, നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നവർ, അവരെ നീ അന്വേഷിക്കും, അവരുടെ പൊടി പോലും നീ കാണത്തില്ല. സത്യം പറഞ്ഞാൽ ഇന്നും ഒരു സിംറ്റംസ് പോലും ഇല്ലാതെ
നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഞാൻ അന്ന് പറഞ്ഞ ആ വാക്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും ജീവിക്കുന്ന വചനങ്ങളായിട്ട്, ജീവനുള്ള കാര്യങ്ങളായിട്ട് ഞാൻ കണ്ടു. മലാഖി 4:2 എഴുതിയിരിക്കുന്നത് പോലെ, തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിട്ട പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും എന്ന് പറഞ്ഞ ആ ഒരു വചനവും ഞാൻ എപ്പോഴും പറയുമായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ശരിക്കും അത് എന്നെ കാണിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പ് തന്നെയായിരുന്നു. സിംറ്റംസ് ഒക്കെ മാറിപ്പോയപ്പോൾ തൊഴുത്തിൽ നിന്നും അഴിച്ചുവിട്ട പശുക്കിടാവിനെ പോലെ ഞാൻ തുള്ളിച്ചാടി ഹല്ലേലൂയ പറയാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം. ഈ വചനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ ജീവിക്കുന്ന ജീവനുള്ള വചനമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ കണ്ടു. ഒരുപാട് വചനങ്ങളുണ്ട്, ഒരുപാട് വചനങ്ങൾ, എല്ലാം കേട്ട് പഴകിയ വചനങ്ങളൊന്നുമല്ല. ഇതിനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു എന്നത് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഈ ഒരു ടെസ്റ്റിമണിയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. വചനത്തിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുക. പിന്നീട് ഞാൻ ചെയ്ത മറ്റൊരു കാര്യമാണ്, ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിയിട്ട് രോഗസൗഖ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാനത് ചെയ്യുക തന്നെ ചെയ്തു. എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആകെ പറയാനുണ്ടായിരുന്നത് യേശുവിനെ കുറിച്ച് മാത്രമായിരുന്നു. മമ്മിക്കറിയാമോ, യേശു ക്രിസ്തു മരിച്ച നമ്മൾ പാപത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ രോഗവും പേറിയാണ് എന്ന് വളരെയധികം സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ഒക്കെ ഞാൻ മമ്മിയോട് എപ്പോഴും പറയായിരുന്നു. ചിലപ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, മമ്മി വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ മോടെ അസുഖമൊക്കെ മാറിയെന്നുള്ളത്. പക്ഷെ ഒരസുഖവും മാറാത്തപ്പോഴും, വല്ലാത്ത വിഷമങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴും രോഗത്തെക്കുറിച്ച് സംസാരിക്കാതെ രോഗശാന്തിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇതെല്ലാവരോടും ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഈ മുഖത്ത് എന്താണ് വന്നതെന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് മാറ്റം വന്നതിന് ശേഷമായിരുന്നു. അപ്പം അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ദൈവം എനിക്ക് രോഗശാന്തി തന്നു, എനിക്ക് രോഗം ഭേദമായി എന്നുള്ളത്. അപ്പം അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, രോഗം ഭേദമായെന്നോ? രോഗത്തിൻ്റെ അവസ്ഥ മുഖത്തുള്ളത് കൊണ്ട് തന്നെയാണ് അച്ഛൻ ചോദിച്ചത്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഇത് എന്താണ് ഇങ്ങനെ വന്നത്? അലർജിയാണോ? എന്താ ഇത്? അപ്പോഴും ഞാൻ പറഞ്ഞു, അച്ഛൻ, ദൈവം രോഗം എനിക്ക് മാറ്റി തന്നു. അതുകൊണ്ട് എനിക്ക് രോഗത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, എനിക്ക് സൗഖ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് കഴിയുന്നതെന്ന് പറഞ്ഞു. അച്ഛൻ നേരെ പിന്തിരിഞ്ഞങ്ങ് പോയി. അപ്പം മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഇതൊക്കെ തെറ്റായ കാര്യങ്ങളായിരിക്കും, അഹങ്കാരമായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ ചെയ്തത് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. വിശ്വാസത്തിൽ നിലനിന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുപോലെ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോഴും എന്താണ് ഈ മുഖത്ത് വന്നത് എന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നത് ജസ്റ്റ് നത്തിങ്. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തത് മാറ്റങ്ങളൊന്നും വരാത്ത സമയത്തും തന്നെയാണ്. പലപ്പോഴും വളരെയധികം നിരാശയും സങ്കടവും ഒക്കെ വരുന്ന അവസ്ഥകളിലും ദൈവം എന്നെ ഒരുപാട് ശക്തിപ്പെടുത്തി. മറ്റൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു, കൃതജ്ഞതയുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. രോഗം ഒരു ശകലം പോലും മാറാതിരുന്നപ്പോഴും, വല്ലാത്ത അവസ്ഥകളിൽ കൂടി കടന്നു പോയപ്പോഴും, എന്നെങ്കിലും ഒരിക്കൽ രോഗം മാറും എന്നുള്ള ആ ഒരു കാര്യം എന്നെ ദൈവത്തിന് നന്ദി പറയാൻ എന്നെ പ്രേരിപ്പിച്ചിരുന്നു. പിന്നീട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം കാണുമ്പോൾ, എന്ന് പറഞ്ഞാൽ പഴുപ്പ് ഒലിക്കുന്നത് നിൽക്കുമ്പോൾ, തൊലി ഊരി ഇളകി പോകുന്നത് നിൽക്കുമ്പോൾ, ചൊറിച്ചിൽ കുറച്ചൊന്ന് കുറയുമ്പോൾ, നീറ്റൽ പുകച്ചിലുമൊക്കെ കുറച്ചൊന്ന് കുറയുമ്പോൾ, അപ്പോഴും ഞാൻ ആ ഒരു ചെറിയ കാര്യങ്ങളെയും വലുതാക്കി ഞാൻ ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. നമ്മൾക്ക് ഉള്ളൊരു ടെൻഡൻസിയാണ്, മൊത്തം പോയില്ലല്ലോ, 90% പോയില്ലല്ലോ, 10% പോയുള്ളല്ലോ എന്നാണ് നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഒരു ചെറിയ 1% ചേഞ്ചും ഉണ്ടായപ്പോൾ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതും ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ തന്നെയാണ്, ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത്. നമ്മൾക്ക് അപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടത് വലിയ മാറ്റങ്ങളാണ് പിന്നീട് ഉണ്ടായത്. ആ ചെറിയ മാറ്റങ്ങൾ വലുതായി മാറും. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഞാൻ നന്ദി പറയും, ദൈവത്തിന് സ്തോത്രം പറയും, പ്രാർത്ഥിച്ചും ഫെയ്ത്ത് ഡിക്ലറേഷൻസും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ പിന്നെയും അത് തിരിച്ചു വരും. പക്ഷെ അപ്പോഴും റെസിസ്റ്റ് ദ ഡെവിൽ, ഹി വിൽ ഫ്ലീ ഫ്രം യു എന്നുള്ള ആ ഒരു വചനം എന്നെ വല്ലാതെ ശക്തിപ്പെടുത്തി. അപ്പോഴും ഞാൻ പറയുമായിരുന്നു, നിന്നെ ഞാൻ ഇനി ഒരിക്കലും കാണത്തില്ല, ഈ സിംറ്റംസ് ഇനി എൻ്റെ ജീവിതത്തിൽ വരത്തില്ല എന്ന് വലിയ വിശ്വാസത്തോടുകൂടി വലിയ ഉറക്കെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തി. പിന്നീട് ആ തിരിച്ചുവരവ് അവിടെ അവസാനിച്ചു. അങ്ങനെ ചെറിയ ഘട്ടമായിട്ട് ഒരുപാട് നാളുകളെടുത്ത്, മാസങ്ങളെടുത്താണ്, ഏകദേശം 1 വർഷത്തോളം എടുത്താണ് എൻ്റെ അസുഖം ഭേദമായത്.
ചെറിയ കാര്യങ്ങൾ, ചെറിയ മാറ്റങ്ങൾ വരാൻ പോലും ഒരുപാട് നാളുകൾ എടുത്തു, ആഴ്ചകൾ എടുത്തു. പക്ഷെ അപ്പോഴും ബൈബിളിൽ പറയുന്ന ബിബ്ലിക്കൽ പ്രിൻസിപ്പിളായ പേഷ്യൻസ്, പെർസീവിയറൻസ്, ഇതൊക്കെ കാണിക്കാൻ എന്നെ എന്താ പറയുക, എന്നെ ശക്തിപ്പെടുത്തിയത് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ് എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. വീണുപോകാവുന്ന അവസരങ്ങളുണ്ടായിരുന്നു, ഒരു മാറ്റവും ഇല്ലായിരുന്ന അവസരങ്ങളിൽ ഞാൻ പോയി എങ്കിലും എന്നെങ്കിലും ഒരിക്കൽ ഞാൻ പിന്നെയും എണ്ണീച്ച് നിൽക്കും. ദൈവത്തിന് നന്ദി പറയാൻ അവൻ എനിക്കൊരു അവസരം തരും എന്നുള്ള ആ ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം മാത്രമാണ് ആ ഒരു അവസ്ഥകളിൽ കൂടി എന്നെ മുമ്പോട്ട് നയിക്കാൻ ഏറ്റവും പ്രേരിപ്പിച്ചത്. പറഞ്ഞു തരാനും ശക്തിപ്പെടുത്താനും ഒന്നും ആരുമില്ലായിരുന്നു. തന്നെ പഠിച്ച പാഠങ്ങളും തന്നെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് അവനായിരുന്നു എന്നെ ശക്തിപ്പെടുത്തിയത്. എൻ്റെ നസ്രയൻ എന്നെ ഒരിക്കലും വിട്ടുപോകത്തില്ല എന്നുള്ള ആ ഒരു പ്രോമിസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതാണ്. എൻ്റെ സിംറ്റംസ് ഒക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം എന്നെ വല്ലാതെ അലട്ടി. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് പ്രോപ്പർ വിൻ്റർ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എക്സീമ അല്ലെങ്കിൽ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഏറ്റവും കൂടുതൽ ഫ്ലെയർ അപ്പ് വരുത്തുന്നത് അല്ലെങ്കിൽ അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് വിൻ്റർ എന്നുള്ളത്. അപ്പോൾ അതെന്നെ വല്ലാതെ ഭീതിപ്പെടുത്തി. നമ്മൾ മനുഷ്യരാണ്, നാച്ചുറൽ ടെൻഡൻസിയാണ് ഭയം വരിക എന്നുള്ളത്. പക്ഷേ ദൈവം എന്നെ റെവലേഷൻസ് 5:5 നയിച്ചു. വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കരയണ്ട, ദാവീദിന്റെ പുത്രൻ, യഹൂദയുടെ സിംഹം ജയിച്ചിരിക്കുന്നു, വിജയം പ്രാപിച്ചിരിക്കുന്നു. ദ ലയൺ ഓഫ് ജൂഡ ഹാസ് ട്രയംഫ്ഡ്. സത്യം പറഞ്ഞാൽ ഒരു സിംഹം എൻ്റെ കൂടെ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ഓരോ പ്രാവശ്യവും ഡിസ്കറേജ് ആകുമ്പോഴും, ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴും, സങ്കടപ്പെടുമ്പോൾ, ഭയപ്പെടുമ്പോൾ ഒരു സിംഹം എൻ്റെ മുമ്പിൽ വന്ന് നടക്കുമായിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, എൻ്റെ കൂടെ യഹൂദയുടെ സിംഹം, ഒരു സിംഹം വന്ന് നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പലപ്പോഴും ഭയം വരുമ്പോൾ, നാളെ എന്താവും, വിൻ്ററിൻ്റെ സമയത്ത് വിൻ്റർ അപ്രോച്ച് ചെയ്യുന്ന ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും നാളെ എന്താവും, എങ്ങനെയായിരിക്കും എൻ്റെ മുഖം വരുന്നത് എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോഴത്തേക്കിനും ഒക്കെ ഒരു സിംഹം എൻ്റെ കൂടെ നടന്ന് എന്നെ വലിയ രീതിയിൽ ശക്തീകരിച്ചു. എക്സീമ ഏറ്റവും കൂടുന്ന, അഗ്രിവേറ്റ് ചെയ്യുന്ന വിൻ്ററിൻ്റെ സമയത്താണ് എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചത്. അതിശയങ്ങളുടെ രാജകുമാരൻ അതിശയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടത്തി തരാൻ എന്നും താല്പര്യം കാണിക്കുന്നവനാണ്. ഒരു ഡോക്ടറിനോട് സിംറ്റംസിനെ കുറിച്ച് ഒരു രോഗി ചോദിക്കുമ്പോൾ ആ ഡോക്ടർ ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ സിംറ്റംസിനനുസരിച്ച്. ഇതുപോലെ തന്നെയാണ് എൻ്റെ രോഗത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഞാൻ പല കാര്യങ്ങൾ യേശുവിനോട് ചോദിക്കുമ്പോഴും വചനത്തിൽ കൂടി എനിക്ക് മറുപടി തരുമായിരുന്നു. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുഖത്തെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കണ്ടു എങ്കിലും എനിക്ക് വളരെയധികം വിഷമം വന്നൊരു കാര്യമാണ്. എൻ്റെ മുഖം മുഴുവനും പാടായിരുന്നു. പാടെന്ന് പറഞ്ഞാൽ ഈ പാടം വിണ്ട് കീറിയതുപോലെയായിരുന്നു. മൊത്തം വിണ്ട് കീറി ഇരിക്കുമായിരുന്നു. ഇവിടെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ആദ്യ കാലങ്ങളിൽ എടുത്ത ഫോട്ടോയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് ആദ്യ കാലങ്ങളിൽ എടുക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള ഫോട്ടോസ് ആയിരുന്നു. പിന്നീട് എൻ്റെ മുഖം മുഴുവൻ വളരെ വികൃതമായി പോയപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കാനുള്ള ശക്തി പോലും എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് വളരെ വികൃതമായ പോയ ആ ഒരു അവസ്ഥയിൽ ഒരൊറ്റ ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല. എങ്കിലും ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മുഖമൊക്കെ വിണ്ട് കീറിയ ആ ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥ കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മൊത്തം പാടായിരുന്നു. അപ്പം ഞാൻ യേശുവിനോട് ചോദിച്ചു, ഈ ഒരു പാടാണല്ലോ എൻ്റെ മുഖത്ത് എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് യേശു എന്നെ ഒരു വേദഭാഗത്തിലേക്ക് നയിച്ചു. തോമസ് മറ്റു ശിഷ്യന്മാരോട് പറയുകയാണ്, അവൻ്റെ വിലാപ്പുറത്തും അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലും കൈകളിട്ട് നോക്കിയാലല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്നുള്ള ആ ഒരു വേദഭാഗത്ത്. ആ ഒരു വേദഭാഗം വായിച്ചതിൽ കൂടി യേശു എന്നോട് പറഞ്ഞു, ഐ ഹാവ് ടേക്കൺ യുവർ സ്കാർസ് ഓൾസോ. നിന്റെ പാടുകൾ പോലും ഞാൻ എടുത്തിരിക്കുന്നു. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്കൊന്നും വേണ്ടി വന്നില്ല. ഒരു പാടുപോലും അവശേഷിക്കാതെ ഇത്ര വലിയൊരു ദുരന്തത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് ഒരാൾക്ക് പോലും മനസ്സിലാക്കാത്ത തരത്തിലാണ് യേശു എനിക്ക് രോഗസൗഖ്യം നൽകിയത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന മുഖക്കുരുവിൻ്റെ പാടുകൾ പോലും പലരുടെയും മുഖത്ത് ഉണ്ടാവും. പക്ഷേ ഒരു ക്രീമും തേക്കാതെ ഒന്നും ചെയ്യാതെ
പഴയതുപോലെയുള്ള മുഖം എനിക്ക് യേശു തിരിച്ചു തന്നു. ഇന്ന് എനിക്ക് പോലും മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല എന്തെങ്കിലും ഒരു സ്പോട്ട് പോലും ചൂണ്ടിക്കാണിക്കാൻ. എറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എക്സീമ വന്ന് പൂർണ്ണമായിട്ടും വികൃതമായ മുഖമാണ് ഇന്ന് ഈ ഒരു മുഖത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയാം. യേശു എത്രമാത്രം നല്ലവനാണ് എന്നത് യേശുവിനെ രുചിച്ചറിഞ്ഞവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ മേലാത്ത കാര്യം തന്നെയാണ്. ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ ആ ഒരു പഴയ അവസ്ഥയിൽ മുഖം കാണുമ്പോൾ ഞാൻ ഇന്നും കരയുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞു മോളോട് ഞാൻ പറയുമായിരുന്നു, ഐ ഹാവ് ബിക്കം അഗ്ലി, കോൾ മീ അഗ്ലി മമ്മ. അപ്പോൾ അവൾ കുഞ്ഞതായിരുന്നുകൊണ്ട് എന്നെ വിളിക്കുമായിരുന്നു അഗ്ലി മമ്മ എന്ന് അവൾ എന്നെ വിളിക്കുമായിരുന്നു. ചിരിച്ചുകൊണ്ട് അവൾ എന്നെ വിളിക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ ഏറ്റവും സങ്കടപ്പെട്ട് പിന്നെയും വാവിട്ട് കരയുമായിരുന്നു. വികൃതമായി പോയ ആ ഒരു മുഖം പിന്നെയും വികൃതമായി പോയപ്പോഴും, ഏറ്റവും വികൃതമായി പോയി ആ ഒരു അവസ്ഥയിലും യേശുക്രിസ്തു എന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ അന്ന് തൊട്ട് ഞാൻ വളരെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്താൻ തുടങ്ങി. ഐ ആം ദ ഡോട്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഐ എം ദ ബ്യൂട്ടിഫുൾ ഡോട്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഐ എം ദ ബ്യൂട്ടിഫുൾ ഡോട്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെ എല്ലാം എഴുതി വെച്ചു. ഐ ആം ബ്യൂട്ടിഫുൾ, ഐ എം ദ ബ്യൂട്ടിഫുൾ ഡോട്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു നൽകിയ, ആ ബ്യൂട്ടിഫുൾ ഫേസ് എനിക്ക് തിരിച്ചു നൽകിയ ആ ഒരു അവസ്ഥയിലും, മുഖം ഇല്ലാതിരുന്ന അവസ്ഥയിലും എനിക്കുണ്ടായിരുന്ന വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ എന്നെ പോലെ അന്ധകാരത്തിലിരിക്കുന്ന ആർക്കെങ്കിലും യേശുവിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ, യേശുവിൻ്റെ വിശ്വസ്തതയും സ്നേഹവും മഹത്വവും കൃപയും അവൻ്റെ രോഗശാന്തിയും അവൻ്റെ രക്ഷയും കാണിച്ചു കൊടുക്കാൻ ഒരു ചെറിയ എന്താ പറയുക കണികയാകാനുള്ള ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്നേ ഞാൻ യേശുവിനോട് പറയുമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഞാനും പ്രീച്ച് ചെയ്യാൻ തുടങ്ങുമെന്നുള്ളത്. പക്ഷേ അന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും എനിക്ക് മുഖമില്ലായിരുന്നു, ക്യാമറയുടെ മുമ്പിൽ വരാൻ ഒരു മുഖമില്ലായിരുന്നു. പക്ഷെ കുറേയൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം, ഒരുപാട് മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രീച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ആ വീഡിയോ ക്ലിയർ അല്ല, എൻ്റെ വാക്കുകൾക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ല, ഒരു മോടിയുമില്ല, ഒരു പകിട്ടുമില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിനുള്ളിലുള്ളത്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് യേശുക്രിസ്തു സൗഖ്യമാക്കും, പൂർണ്ണ സൗഖ്യം തരും എന്നതാണ് ഞാൻ ആ വീഡിയോയിൽ കൂടെ പറയുന്നത്. അന്നൊന്നും എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിരുന്നില്ല. ശത്രു തിന്മയ്ക്കായിട്ട് ലക്ഷ്യമിട്ടത് യേശു ഗുണത്തിനായിട്ട്, നല്ലതിനായിട്ട് മാറ്റി എന്നത് എൻ്റെ ടെസ്റ്റിമണിയെ ഒരു വാക്യം കൊണ്ട് പറഞ്ഞാൽ മതിയാവും. ഈ ഒരു ടെസ്റ്റിമണി കൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എല്ലാവരിലും പ്രത്യാശയും വിശ്വാസവും വളർത്താൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്താൽ നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ അത്ഭുത സൗഖ്യം നിങ്ങൾക്കും കാണാം എന്നതാണ് ഈ ബൈബിൾ പ്രകാരമുള്ള സത്യം. ഏതവസ്ഥയിലായിരിക്കട്ടെ, എത്ര പഴകിയ രോഗമായിരിക്കട്ടെ, എത്ര മാരക രോഗമായിരിക്കട്ടെ, യേശുക്രിസ്തുവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഈ ഒരു ടെസ്റ്റിമണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഹീലിങ്ങും കിട്ടിയില്ല. ഒരുപാട് നാളെടുത്ത്, ഒരുപാട് കഷ്ടപ്പാടിൽ കൂടി തന്നെയാണ് എനിക്ക് ഹീലിംഗ് ലഭിച്ചത്. നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഒരു ഇൻസ്റ്റൻറ്റ് ഹീലിംഗും ഉണ്ടായിരുന്നില്ല, ഒരു അത്ഭുത സൗഖ്യവും എൻ്റെ ജീവിതത്തിൽ വന്നില്ല. പക്ഷേ ആ യേശുവിൽ വിശ്വസിച്ച് ആ മാറ്റങ്ങൾ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ, വൻ മിറക്കിൾസ് ഞാൻ കണ്ടു. ഈ ടെസ്റ്റിമണിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഇത് വലിയൊരു നീണ്ട ടെസ്റ്റിമണിയായി മാറും. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിച്ച് ദൈവത്തിൻ്റെ വലിയ മിറക്കിൾസ് നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കാണാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കം fall in love with Jesus and fall in love with the word of God.